ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഹോം ടൂർ ആട്ടോ. കുറേ നാളായി ഞാൻ ഒരു ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടാട്ടോ. ഇവിടെ ഇപ്പോൾ പപ്പായും ഞാനും അഭിലാഷും ഇപ്പം ചേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ലീവിന് വന്നാ കേട്ടോ. പിന്നെ ഉടനെ കയറി പോകാറൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ ഇവിടുത്തെ മമ്മിയും പിന്നെ ചേച്ചിയും കുഞ്ഞും എല്ലാവരും വെളിയിലാട്ടോ. ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോമിൻ്റെ അകത്തോട്ട് കയറുന്നില്ല, പുറത്തുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത് കേട്ടോ. പപ്പായ്ക്ക് ചെറിയ കൃഷി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, പാവയ്ക്ക. നമ്മുടെ ഈ രണ്ട് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും പറമ്പിൽ ഫുള്ള് പപ്പ കൃഷി ചെയ്തിരിക്കും കേട്ടോ. ഒരു മിനിറ്റ് വെറുതെ ഇരിക്കത്തില്ല. എന്തെങ്കിലും ചെറിയ വിത്തുകളോ കാര്യങ്ങളോ കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ നട്ടിരിക്കും. ഉണ്ടാകുന്ന പച്ചക്കറികളെല്ലാം വീട്ടിലോട്ട് തന്നെയല്ല കേട്ടോ, കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടോ, ഇത്രയും തന്നെയല്ല, ഇനിയും കാണാൻ കിടക്കും. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ ഇവിടെ വെറൈറ്റി ചിരിപ്പിക്കുക കേട്ടോ. നമ്മുടെ സാധാ ഒരു പച്ച കളർ, ഇതൊരു മഞ്ഞ കളർ കേട്ടോ. ഈ ഒരെണ്ണം എടുത്ത് കടിച്ചതേ ഉള്ളൂ. എൻ്റെ ഇപ്പം എന്ത് പുളിയാണെന്ന്. ഈ ആദ്യം കാണുന്ന മരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിനീർ ചാമ്പങ്ങ കേട്ടോ. പനിനീർ ചാമ്പങ്ങ ഇത് ഉണ്ടാകുന്നത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കാണുമ്പോൾ കൊതിയോ, പക്ഷേ മുറ്റം തൂക്കാൻ ഭയങ്കര പാടാണ്. ഇതും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് വെറും സാധാ ചാമ്പങ്ങ കേട്ടോ. പിന്നെ ഈ കാണുന്ന പേരയ്ക്ക ഹൈബ്രിഡ് പേരയ്ക്ക കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാകും, നല്ല രുചിയാണ് കേട്ടോ. നല്ല മുഴുത്തതാണ്. ഇപ്പം ഇത് തീരെ പൊടി കേട്ടോ, ഇച്ചിരി വലുതാണ്. പിന്നെ ചക്കയുണ്ട് കേട്ടോ. ഇവിടെ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്, അത് തീരുമില്ല, അതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതേ തെങ്ങ്, 2-3 തെങ്ങുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ തേങ്ങ ഇടും. ആവശ്യത്തിന് പെരമണ്ടലോട്ടും വീഴുന്നുണ്ട്, രാത്രി ഉറക്കവും കളയുന്നുണ്ട്. ഞങ്ങൾക്ക് കറിവേപ്പിലയുണ്ട് കേട്ടോ. ആകെ പാടത് ഈ ഒരു ചെറിയ സാധനം, പക്ഷേ എന്താ അറിയത്തില്ല, അത് ഒരുപാട് നാളിങ്ങനെ നിൽക്കത്തില്ല, പുഴു അരിച്ചുകൊണ്ടങ്ങ് പോകും. പിന്നെ ഈ പച്ചമുളക് പറയണ്ട കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അത് പറിക്കുന്ന അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ എപ്പം പച്ചക്കറി അടുക്കളയിൽ കറി കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ പച്ചമുളക് ആദ്യം തിരക്കുന്നത്. പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 കടച്ചക്കട മരമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാവും. കുറേ ഞങ്ങൾ വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. കുറേ വീട്ടിലും അങ്ങനെ വീട്ടിൽ കറി വെച്ചും കസിൻസിലെല്ലാം കൊടുത്ത് അങ്ങനെ കുറേ തീർത്ത്. പിന്നെ വീടിൻ്റെ 2-3 സൈഡിൽ ഇത് ഈ കാന്താരിമുളകുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കറിയത്തില്ല, ഒരുമാതിരി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ആ കുഞ്ഞു മാങ്ങ ട്രീ ആട്ടോ. അതായത് ഹൈറ്റ് ഇല്ലാത്ത സംഭവമില്ല, ഇതിന് പേരെന്തുവാ, എന്തോ പേര് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2 തൈ കൊണ്ട് നട്ടായിരുന്നു. 2 തൈയും നിറച്ച് മാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഈ കാണുന്ന സാധനം കണ്ടോ, പടവലം. ഇത് ഞങ്ങൾ ഒരു ലോഡ് കയറ്റി വിട്ടിട്ടിരിക്കും കേട്ടോ. പിന്നെ ബാക്കി വീട്ടിലേക്കുള്ള ആവശ്യത്തിനായിട്ടൊക്കെ എടുക്കും. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് കൊതിയാണ്. കാരണം വെച്ചാൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള പുറത്ത്. പക്ഷേ എനിക്ക് കൂടുതലും ഈ ചെടികളോടൊക്കെയാണ് താല്പര്യം. പപ്പായ്ക്ക് നേരെ കൃഷി ഇടും, ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും. പിന്നെ കോവയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കുറേ കൊണ്ടേ കൊടുത്ത്, പിന്നെ വീട്ടിലോട്ടും പിന്നെ കസിൻസൊക്കെ കുറേ കൊടുത്തു കേട്ടോ. നല്ല മുഴുത്ത കോവയ്ക്ക കേട്ടോ, നല്ല വലിപ്പമുണ്ടോ അതിന് അത്യാവശ്യം. പിന്നെ കറ്റാർവാഴ അങ്ങ് പടർന്ന് കിടക്കുമായിരുന്നു. കുറേ എണ്ണം ഞങ്ങൾ അവിടെ തന്നെ വൃത്തിയാക്കി മാറ്റി. പിന്നെ വാഴ ഉണ്ടായിരുന്നു. പിന്നെ ചെടികൾ, ഇവിടെ റോഡ് 2 സൈഡിൽ നിറയെ ചെടികളായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴ വന്നപ്പോഴത്തേക്ക് അതെല്ലാം പോയി കേട്ടോ. ദേ ആ കാണുന്ന ഒരു ചീര കേട്ടോ, എന്താ പേരെനിക്കറിയില്ല, പക്ഷെ ഞാനിത് തോരൻ വെച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ലതെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വീട്ന എർലി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണ ഇത് കായ്ക്കും കേട്ടോ. പിന്നെ ഇതിന് ഒത്തിരി ഏരിയൊന്നും വേണ്ട. വീടിൻ്റെ മുറ്റത്തും അകത്തൊക്കെ ഇപ്പോൾ ഇതുപോലെ പ്ലാന്റൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.